സർക്കാർ പ്രഖ്യാപനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാത്തതാണ് എൻഡോസൾഫാൻ വിഷയത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വീണ്ടും തെളിയിക്കുന്നതായിരുന്നു നിയമസഭയിലെ ഇന്നത്തെ ചർച്ച. വിഷയം പ്രത്യേക സബ്മിഷനായി സഭയുടെ മുന്നിൽ കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ്. പഞ്ചായത്ത് അതിരുകൾ വ്യത്യാസമില്ലാതെ ദുരിതബാധിതർക്ക് സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 6 മാസം മുമ്പെടുത്ത യോഗത്തിലെ തീരുമാനം നടപ്പിലാക്കാത്തതാണ് ചെറുവത്തൂരിലെ കൂട്ട ആത്മഹത്യയ്ക്ക് കാരണമെന്ന് VS ആരോപിച്ചു. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വന്നതിനാൽ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സമ്മതിച്ചു. 11 പഞ്ചായത്തിന് പുറത്തുള്ള ദുരിതബാധിതരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന തീരുമാനം നടപ്പിലാക്കാത്തതാണ് യഥാർത്ഥ കാരണമെന്ന് തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ ഉറപ്പിച്ചു പറയുന്നു. മുഖ്യമന്ത്രി കോൺഫറൻസ് വിളിച്ച് ചർച്ച ചെയ്ത് ചില തീരുമാനങ്ങളിലെത്തി. അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയാണ് ആ കോൺഫറൻസിൽ പങ്കെടുത്തത്. പക്ഷേ ആ തീരുമാനങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. അതിനിടെ ആത്മഹത്യ ചെയ്ത തമ്പാന്റെ ആത്മഹത്യക്കുറിപ്പ് സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ പരാമർശവും വിവാദമായി. ആത്മഹത്യയ്ക്ക് ആരും ഉത്തരവാദിയാണെന്ന് ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് വായിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇത് തിരുത്തി. എൻഡോസൾഫാൻ വിക്ടിമിൻ്റെ ലിസ്റ്റിൽ അവർ വന്നിട്ടില്ല. അപ്പം പിന്നെ അവർക്ക് കൊടുക്കാൻ അവർക്ക് 1ാം ഗഡുവും കൊടുത്തില്ല. എൻ്റെ മരണത്തിന് ഞങ്ങളുടെ ഈ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളും കാര്യങ്ങളുമാണ് ആ കത്തിനകത്ത് എഴുതി വെച്ചിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദുരിതബാധിതരുടെ കടം എഴുതിത്തള്ളുന്ന കാര്യത്തിലും ഇപ്പോഴും തീരുമാനം നടപ്പിലായിട്ടില്ല. മൊറട്ടോറിയം കാലാവധി നീട്ടിയെന്നും കടം എഴുതിത്തള്ളുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നുമായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.